Hello everyone, welcome to Delicious Recipes. Beetroot പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബീട്രൂട്ടാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നമ്മളിത് ആദ്യം വേവിച്ച ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ കുറച്ച് നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർക്കാം. ഇനി അടുത്തതായി ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തത്. ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് ഞാൻ അരച്ചെടുത്തത് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീട്രൂട്ട് നമ്മൾ പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല കളറുള്ളത് തന്നെ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ആ പച്ചടിക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കളറ് കുറവുള്ള ബീട്രൂട്ട് ഉപയോഗിച്ചാൽ വളരെ പിങ്ക് ഷെയ്ഡിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ട് ഇതുപോലെ നല്ല കളറുള്ളത് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. മിക്സിയിലൊന്നും ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കാൻ പാടില്ല. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. നല്ല കളറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ പച്ചടി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അതിങ്ങനെ ഒലിച്ചു പോകരുത്. ആ ഒരു തിക്നെസ്സിൽ വേണം അത് തയ്യാറാക്കേണ്ടത്. ഇനി കടുക് താളിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കടുകും ഒക്കെ പൊട്ടിച്ചെടുത്തപ്പോൾ ആ ഒരു ഫ്ലേവർ ഇതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം.
10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.